അപ്പൊ ഇങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പൊ നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രേറ്റ് യുവർ സ്റ്റൈൽ ടു സെലിബ്രിറ്റി സ്റ്റൈൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? നമ്മൾ ഇത്രയും കാലം നമ്മുടെ സ്റ്റൈലിഷിൽ ഒരു സാധാരണ ഇപ്പം ഞാനൊരു ഹൗസ് വൈഫ് ആയിരുന്ന സമയത്ത് തുടങ്ങിയ ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് എന്നെപ്പോലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ഒരു നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ഫാമിലിയാണ്. അപ്പോൾ അതുപോലെയുള്ള 2 പേരെയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമ്മളുടെ സെലിബ്രിറ്റീസ് ഇവരാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഇത് നമ്മളുടെ അരുണ, നമ്മൾ കണ്ടിട്ടുണ്ടോ? അരുണാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിരികിരാന്ന് വർത്താനം പറയുന്ന ഒരു പെൺകുട്ടി. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടത്. അപ്പോൾ നമ്മളുടെ ഒരു സ്റ്റൈലിഷ് മെമ്പറുമാണ്, ഇൻഫ്ലുവൻസറുമാണ്. പിന്നെ നമുക്കറിയാലോ മരിയ നമ്മളെ സ്വന്തം ഫാമിലി മെമ്പറാണ്. അരുണയ്ക്ക് ഇപ്പം എന്താ തോന്നി ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യത്തോട്? ആക്ച്വലി ഞാനാണെങ്കിലും ഒരുപാട് സെലിബ്രിറ്റീസ് ഇതേപോലെ പല ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഒക്കെ വെയർ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഓക്കെ ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു സെയിം ഭംഗിയോട് കൂടി എനിക്ക് ആ ഒരു ഡ്രസ്സ് വെയർ ചെയ്യണമെന്ന് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ മെയിൻ കൺസേൺ എന്തായിരുന്നു വെച്ചാൽ അവർക്ക് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് കൺസേൺ. ശരി, അപ്പോൾ ഓരോ ബുട്ടീക്സും അവർക്ക് ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് അക്സെപ്റ്റൻസ് ഒക്കെ നമുക്കും ഒരു നോർമൽ കസ്റ്റമർ എന്നുള്ള രീതി നമുക്ക് കിട്ടുമോ എന്നൊരിക്കലും പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും അതേപോലെ തന്നെ കസ്റ്റമർ സർവീസും ഒക്കെ കണ്ടതിൽ വെച്ച് എനിക്ക് മനസ്സിലായത് സ്റ്റൈലിഷിന്റെ ഓരോ കസ്റ്റമറും സെലിബ്രിറ്റിയാണ്. താങ്ക് യു. കാരണം ഞാൻ പറയാം, ഞാനൊരു ഹൗസ് വൈഫായിട്ട് തുടങ്ങിയ ഒരാളാണ്. നമുക്ക് ഒരിക്കലും ചിലപ്പോൾ അങ്ങനത്തെ ഒരു മേഖല എത്തിപ്പെടാൻ പറ്റിയെന്നില്ല. പക്ഷേ അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹം കുറയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ മരിയയ്ക്ക് എന്താ തോന്നിയിട്ടില്ല? എനിക്ക് ആദ്യം പറഞ്ഞ സെന്റൻസ് ഭയങ്കര ഇഷ്ടമായി. കാരണം സെലിബ്രേറ്റിംഗ് യുവർ സ്റ്റൈൽ, ഒരു സെലിബ്രിറ്റി സ്റ്റൈൽ എന്ന് പറയുമ്പോൾ, കാരണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ഔട്ട്ഫിറ്റ് വെയർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഹാൻഡ് വർക്കിനോട് മാച്ച് ചെയ്തിട്ടാണ് ആക്സസറീസ് സെറ്റ് ചെയ്യുക, ഹെയർ എല്ലാം അങ്ങനെ എല്ലാ എനിക്കത് നിർബന്ധമാണ്. കാരണം എനിക്കും ആദ്യം അറിയില്ലായിരുന്നു, പിന്നെയാണ് മനസ്സിലായി ഇതിനൊക്കെ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ സെയിൽസ് ടീമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേരെ സ്റ്റൈലിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി കസ്റ്റമേഴ്സ് അതുപോലെ പറയാറുണ്ട്. സ്പെഷ്യലി രാജി എന്നൊക്കെ പറഞ്ഞ കസ്റ്റമർ എന്നോട് പറഞ്ഞു, പ്രിമാനെ പരിചയപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ സ്റ്റൈലിഷിന്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ പ്രസന്റബിൾ ആവേണ്ടതെന്നൊക്കെ ആൾ പഠിച്ചു തന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ എന്താ പറയുക 3 നമ്മുടെ ഔട്ട്ഫിറ്റ്സും അതുപോലെ ക്രിസ്മസ് സ്പെഷ്യലും ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ എങ്ങനെ നമ്മുടെ ക്രിസ്മസ് തുടങ്ങുകയല്ലേ? അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു 3 പാനൽ സൽവാർ വിത്ത് ഒരു ഡിസൈനർ ദുപ്പട്ട. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫാബ്രിക് ഓറിയന്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് പ്രീമിയം ചന്തേരി സിൽക്ക്. ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം. ഓക്കെ. അപ്പോൾ അത് നന്നായി ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു ഫാബ്രിക്കുമാണ്. പക്ഷെ നല്ല ക്ലാസി എലഗൻ്റ് ആണ്. സ്റ്റഡി വേണം നമ്മുടെ ഫാബ്രിക്കിനെ പറ്റി. കംഫർട്ട് ഫിറ്റ് ആണ്, അതിന് കുറച്ചും കൂടി അടിപൊളി. എപ്പോഴാണ് ലാസ്റ്റ് ചെയ്യുക. ദ സെയിം ടൈം ഇതിൽ നമുക്ക് പറയാനുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ, അതായത് നോട്ട് സോ ക്രിസ്മസ്. അതായത് അതിന് മാത്രമല്ല നിങ്ങൾക്ക് ഏത് ഇവൻറ്റിലേക്കും സൂട്ട് ആവുന്ന ഒരു ഡിസൈനാണ്. ആസ് എ ഡിസൈനർ എൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മളൊരു ദുപ്പട്ട, അതിനകത്തേക്ക് ഒരു ഹാൻഡ് വർക്ക് സ്റ്റൈലിംഗ്, ഭയങ്കര ക്ലാസി എലഗൻ്റ് ആയിട്ടുള്ള. ഇതിൽ എത്ര മെറ്റീരിയൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരെണ്ണക്ക് ഇല്ല. അതായത് ഓൾമോസ്റ്റ് ഒരു 16 to 20 മെറ്റീരിയൽസ് ഇൻക്ലൂഡഡ് ആണ്. ദ സെയിം ടൈം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഓരോ ഫാബ്രിക് എടുത്തിട്ട് ആപ്ലിക്ക് ചെയ്തിട്ടുള്ള വർക്കാണ്. അതങ്ങനെ നമുക്കൊരു അൺലിമിറ്റഡ് ക്വാണ്ടിറ്റിയും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ അത്രയും ഡിസൈനേഴ്സിൻ്റെ സൂപ്പർവിഷനോട് കൂടി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അങ്ങനെ പറ്റുള്ളൂ. നമുക്കിതിന് കളർ കസ്റ്റമൈസേഷൻ പോലും ഭയങ്കര ടഫാണ്. കാരണം അത്രയും കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ലൈവ് കാണുന്നവർക്ക് ഇത് കുറച്ചും കൂടി ഇതിൻ്റെ ഫീൽ നിങ്ങൾ എൻജോയ് ചെയ്യും. ഐ എം ഡാം ഷുവർ അത്ര രസമാണ്. അതിനൊരു കോമ്പിനേഷൻ ആയിട്ട് നമ്മളൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളത് ഒരു ക്രിസ്മസ് തീം പോലെ തന്നെ ഒരു മിൻ ഗ്രീൻ ഷെയ്ഡ് ബോർഡർ ആയിട്ട് കൊടുത്ത് വളരെ ക്ലാസ്സിയാണ്. അതായത് സ്ലീവിലൊരു പൈപ്പിങ്ങും അതുപോലെ നെക്കിലൊരു പൈപ്പിംഗ്. പിന്നെ നിങ്ങൾ ആ ഒരു ഫീൽ നോക്കുക, അതായത് എങ്ങനെയാണ് കറക്റ്റായിട്ടൊരു 3 പാനലിൻ്റെ എല്ലാ ഫീലോട് കൂടിയാണ് വന്നിട്ടുള്ളത്. അത് രസമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പാറ്റേൺ. ഇത് നിങ്ങൾക്ക് വൈറ്റ്, റെഡ്, ഗ്രീനിലാണ് ഓപ്ഷൻസ് ഉള്ളത്. ഇഷ്ടമായോ? സൂപ്പർ, താങ്ക് യു. അപ്പോൾ സെക്കൻഡ് പാറ്റേൺ കണ്ടാലോ? ഇതാണ് നമ്മുടെ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. നേരത്തെ കണ്ടത് 3 പാനൽ, അതായത് 6 പാനലാണെങ്കിൽ ടോട്ടൽ ഇത് നമുക്ക് 16 പാനലാണ്. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായത്. ആ ഫ്ലെയേഴ്സ് കണ്ടോ? അതുപോലെ തന്നെ താഴെ നമ്മളൊരു ബീഡിങ്ങും അതുപോലെ തന്നെ ഫേസിങ്, ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു റീസണബിൾ ആക്കാൻ ഒന്നുകൂടി ഒഴിവാക്കാം. അത് വേണ്ടെങ്കിൽ വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ക്രേപ്പ് ലൈനിങ് അല്ല, പ്രീമിയം കോറാക്കോട്ടൺ ലൈനിങ് ആണ്. അതൊക്കെ വരുമ്പോൾ തന്നെ ഫുൾ ഡേ നിങ്ങൾ രാവിലെ നിൽക്കണ്ടല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ നമ്മൾ സ്റ്റൈൽസ്, അതായത് ഫാബ്രിക്സ് ചൂസ് ചെയ്യുന്നതിൽ ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട്. കാരണം നമ്മുടെ ഹോൾ ഡേ മൂഡ് കറക്റ്റ് ആക്കാൻ അതൊക്കെ വേണം. അങ്ങനെ ചെയ്തിട്ടുള്ള പ്രീമിയം ഔട്ട്ഫിറ്റ്, പിന്നെ ഇതിന്റെ കോമ്പിനേഷൻസ് ഇഷ്ടമായത് ആ ഒരു വർക്കിന്റെ കോമ്പിനേഷൻസ്, അതുപോലെ റെഡും ഗ്രീനും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മിസ്സാക്കണ്ട. ഇത് ഞങ്ങൾക്ക് കുറച്ച് പീസേ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നവർക്കറിയാം. അതുപോലെ തന്നെ ആ ചന്തേരി എന്ന് പറഞ്ഞ ഫാബ്രിക്, ചന്തേരി സിൽക്ക്, നല്ല ലക്ഷറി ഫാബ്രിക് ആണ്. ടേക്ക് കെയർ ചെയ്യണം, പക്ഷേ ഭയങ്കര കംഫർട്ട് ഫിറ്റിൽ വളരെ ഭംഗിയായിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ മിസ്സാക്കരുത്. 9946519063 8593 822 822.